നമസ്കാരം. പാസ്പോർട്ടും വിസയുമൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര യാത്രകളിൽ. ആ സമയത്തൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ പാസ്പോർട്ടും വിസയുമൊക്കെ. യാത്രയിൽ ഈ രേഖകൾ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ ജോലിക്കോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ അതുമല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കഷ്ടമായിരിക്കും. പാസ്പോർട്ട് വിസ ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞാണ് ഓരോ യാത്രക്കാരനെയും വിമാനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. ചെറിയൊരു മറവി മതി ചില കാര്യങ്ങളിൽ ആകപ്പാടെ പാകപ്പിഴ ഉണ്ടാകാൻ. ചിലപ്പോൾ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ വരെ മാറ്റിമറിക്കാൻ ഇത്തരം മറവിക്ക് സാധിക്കും. പലപ്പോഴും ഈ ചെറിയ മറവി കൊണ്ട് വലിയ വലിയ അപകടങ്ങളിലൊക്കെ നാം ചെന്നെത്താറുണ്ട്. ചെറിയ മറവിയോ മടിയൊക്കെ കാരണം വലിയ കുഴപ്പങ്ങളിലാണ് നമ്മളിൽ പലരും പെട്ടുപോകാറുള്ളത്. പറഞ്ഞു വരുന്നത് ഒരാൾക്ക് പാസ്പോർട്ടിൽ പറ്റിയ അബദ്ധത്തെക്കുറിച്ചാണ്. പാസ്പോർട്ട് എടുക്കാതെ അന്താരാഷ്ട്ര യാത്രയ്ക്ക് പോയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും യാത്ര മുടങ്ങും. പക്ഷെ ഇവിടെ കഥാനായകൻ പൈലറ്റാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? പാസ്പോർട്ട് എടുക്കാൻ മറന്ന വിവരം പൈലറ്റ് ഓർത്തത് വിമാനം പറന്നുയർന്ന് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. ലോസ് ഏഞ്ചൽസിൽ നിന്നും ചൈനയിലേക്കായിരുന്നു യാത്ര. ഉച്ചയ്ക്കാണ് യാത്ര ആരംഭിച്ചത്. വിമാനത്തിൽ 250 യാത്രികരും 13 ജീവനക്കാരും ഉണ്ടായിരുന്നു. വിമാനം പുറപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് കയ്യിൽ പാസ്പോർട്ട് ഇല്ലെന്ന കാര്യം പൈലറ്റ് ചേട്ടൻ തിരിച്ചറിയുന്നത്. പിന്നെ എന്ത് ചെയ്യും? വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിമാനം തിരിച്ചു പറക്കുകയും സാൻ ഫ്രാൻസിസ്കോയിൽ ഇറക്കുകയും ചെയ്തു. പിന്നീട് യാത്ര പുനരാരംഭിച്ചത് രാത്രി 9 മണിയോടെ പുതിയ ക്രൂ എത്തിയാണ്. ഈ മറവി മൂലം ഏകദേശം 6 മണിക്കൂർ വൈകിയാണ് വിമാനം ചൈനയിൽ ഇറങ്ങിയത്. യുണൈറ്റഡ് എയർലൈൻസിന്റെ 787 എന്ന വിമാനത്തിലായിരുന്നു സംഭവത്തിൽ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിന് യുണൈറ്റഡ് എയർലൈൻസ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2019 വിയറ്റ്നാമിൽ നിന്നും കൊറിയയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റും പാസ്പോർട്ട് മറന്നതിനെ തുടർന്ന് 11 മണിക്കൂർ വൈകിയാണ് യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ആ വിമാനത്തിലെ യാത്രക്കാർക്ക് മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. നമ്മളിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാലോ? യാത്ര പോകുന്ന സമയത്ത് പാസ്പോർട്ടോ വിസയുമൊക്കെ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതിയല്ലേ? ഏതൊരു പ്രവാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ് ഏതെങ്കിലും വിദേശ രാജ്യത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പൗരൻ എന്ന ഒരാളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്ന പ്രാഥമിക രേഖയാണ് പാസ്പോർട്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തായിരിക്കുമ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നത് ഗൗരവകരമായ പ്രശ്നങ്ങളിലേക്ക് പാവം പ്രവാസികളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തതായി മനസ്സിലാക്കുന്ന നിമിഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയാണ് വേണ്ടത്. ഔപചാരികമായി പരാതി ഫയൽ ചെയ്യുകയും പരാതിയുടെ ഒരു പകർപ്പ് നിങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. പുതിയ പാസ്പോർട്ടിനോ എമർജൻസി സർട്ടിഫിക്കറ്റിനോ അപേക്ഷിക്കുന്നതിനും എംബസിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും ഈ രേഖ ആവശ്യമാണ്. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാം. എന്തായാലും പ്രവാസികളുടെ പാസ്പോർട്ട് ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വെച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.